നമസ്കാരം. ഒന്നായ രണ്ട് കുടുംബങ്ങളുടെ സന്തോഷം കെടുത്തിയ പത്തനംതിട്ട മുറിഞ്ഞിക്കൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേർക്കും നാടിന്റെ അന്ത്യാഞ്ജലി. പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ 2 കുടുംബ കല്ലറകളിലായിട്ടായിരുന്നു സംസ്കാരം. സെന്റ് മേരീസ് പള്ളി ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പള്ളിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിലാണ് നവദമ്പതികളായ നിഖിലും അനുവും അവരുടെ അച്ഛന്മാരായ മത്തായി ഈപ്പനും ബിജു പി ജോർജും മരിച്ചത്. മധുവിധു കഴിഞ്ഞ് മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ദമ്പതികളെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും വഴി ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ പാഞ്ഞു കയറിയായിരുന്നു അപകടം. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരായി 15-ാം ദിവസം നിഖിലിന്റെയും അനുവിന്റെയും വേർപാട് ഒരു നാടിന്റെ ആകെ ഉള്ളൊലിച്ചു. നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. സ്വപ്നം കണ്ട ജീവിതം അവർ ജീവിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. പക്ഷേ എല്ലാം ഒറ്റ നിമിഷത്തിൽ ഇല്ലാതെയായി. നിഖിലിനെയും അനുവിനെയും കൂട്ടാൻ ഇരുവരുടെയും അച്ഛന്മാരായ മത്തായി ഈപ്പനും ബിജു പി ജോർജുമായിരുന്നു എയർപോർട്ടിലെത്തിയത്. അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലായിരുന്നു ദുരന്തമുണ്ടായത്. അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. കാർ അമിത വേഗത്തിൽ വന്നിടിച്ചു എന്ന് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവറും മൊഴി നൽകിയിരുന്നു. അനുവിനെയും നിഖിലിനെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വഴി മുറിഞ്ഞകല്ലിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 8 വർഷത്തെ പ്രണയത്തിനു ശേഷം നവംബർ 30-നായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. നിഖിലിന്റെ കൂടെ അടുത്ത മാസം കാനഡയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലുമായിരുന്നു അനു. വിവാഹത്തിന്റെയും ഇടവക പെരുന്നാളിന്റെയും സന്തോഷം മാറും മുൻപാണ് ഒരു കുടുംബത്തിലെ 4 മരണങ്ങളുടെ ദുഃഖവാർത്ത എത്തിയത്. അനുവും നിഖിലും വിവാഹശേഷം മലേഷ്യയ്ക്കും സിംഗപ്പൂരും മധുവിധു ട്രിപ്പ് പോയ ശേഷം മടങ്ങിയെത്തുകയായിരുന്നു. അപകടത്തിൽ 3 പേർ സംഭവസ്ഥലത്ത് വെച്ചും അനുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരിച്ചത്. മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. വിദേശത്തുള്ള ബന്ധുക്കളെത്താൻ വേണ്ടിയായിരുന്നു സംസ്കാരം മാറ്റിവെച്ചത്. നവംബർ 30-ന് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ബന്ധുക്കളടക്കം തിരികെ വന്നിരുന്നു. നിഖിലിനോടൊപ്പം കാനഡയിൽ താമസിക്കുന്ന 2 മലയാളി സുഹൃത്തുക്കൾ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. മല്ലശ്ശേരി പുത്തേതൊണ്ടിൽ വീട്ടിലെ ഷോക്കേസിൽ നിഖിലിപ്പൻ മത്തായിക്ക് ലഭിച്ച പുരസ്കാരമടക്കമുണ്ട്. കാനഡയിൽ നിന്ന് ക്വാളിറ്റി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ഡിപ്ലോമ നേടിയതിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്ന് സമ്മാനിച്ചതാണിത്. ഇടവകയിൽ യുവജന സംഘടനാ പ്രവർത്തകനായിരുന്നു നിഖിൽ. മല്ലശ്ശേരി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠനത്തിന് ശേഷം മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് പാസ്സായി. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശേഷം 3 വർഷം മുൻപാണ് കാനഡയിലെ കമ്പനിയിൽ ചേർന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു നിഖിലും പിതാവ് ഈപ്പൻ മത്തായി. ഈപ്പൻ മത്തായി ഗൾഫിലെ ജോലിക്ക് ശേഷം 8 വർഷം നാട്ടിലുണ്ടായിരുന്നു. നിഖിലിന്റെ സഹോദരി നിത കുടുംബസമേതം ഖത്തറിലാണ്. അനു ഒഴികെ മറ്റു 3 പേരെയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അന്നത്തെ അപകടത്തിൽ. അതേസമയം അനു ഒഴികെ മറ്റു 3 പേരെയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അന്നുണ്ടായ അപകടത്തിൽ. ഇവരുടെ വീടെത്താൻ അപകട സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിൻഭാഗത്തായിരുന്നതിനാൽ അനുവും നിഖിലും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. ബിജുവും മാത്യുവും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്ന കാര്യത്തിലും വ്യക്തതയില്ലായിരുന്നു. തല കീഴായിട്ടായിരുന്നു നിഖിൽ കിടന്നിരുന്നത്. ഇദ്ദേഹത്തിന്റെ തല മുൻവശത്തെ സീറ്റുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലും. ഇതും ഇവരെ പെട്ടെന്ന് പുറത്തെടുക്കുന്നതിന് തടസ്സമായി. ഫയർഫോഴ്സ് എത്തി കാറിന്റെ പല ഭാഗവും വെട്ടിപ്പൊളിച്ചായിരുന്നു എല്ലാവരെയും പുറത്തെടുത്തതും.